ട്രംപിൻ്റെ എല്ലാ നിലപാടുകളെയും, അതായത് ഇന്ത്യക്കെതിരെയുള്ള എല്ലാ നിലപാടുകളെയും തള്ളുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യൻ സർക്കാർ എടുക്കുന്നത്. ട്രംപിനെ ചൊടിപ്പിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വരുന്നു. അതിൽ മുൻപന്തിയിൽ ഇന്ത്യ, ചൈന, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിൽക്കുന്നു. ഇതാണ് ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ട്രംപ് ലോകത്തെ തന്നെ ലോക പോലീസായി വാഴുമ്പോൾ അവിടെ മറ്റൊരു രാജ്യം അതിൽ വലിയ ശക്തിയായി വളർന്നു വരുന്നത് ഒരിക്കലും അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയില്ല. കാരണം ഇന്ത്യയിൽ ഇതിനു മുൻപ് പ്രവർത്തിച്ച സർക്കാരുകളെല്ലാം അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ നേരെ മറിച്ചാണ്. അതായത് അമേരിക്ക താരിഫ് ഉയർത്തിയപ്പോഴും ഇന്ത്യ പറഞ്ഞു, ഉയർത്തിക്കോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് താരിഫ് ഉയർത്തിയത്. സ്വാഭാവികമായി ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും. മാത്രമല്ല, ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തൊടാൻ പോലുമുള്ള അവകാശം അമേരിക്കയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഇല്ല. ഞങ്ങളുടെ വിദേശ നയത്തിലും തൊടാനുള്ള അല്ലെങ്കിൽ വിദേശ കാര്യങ്ങളിലും തൊടാനുള്ള അധികാരം അമേരിക്കയ്ക്കില്ല. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലും തൊടാനുള്ള അധികാരം അമേരിക്കയ്ക്കില്ല. അമേരിക്കയുടെ പണി നോക്കിയാൽ മതി. അമേരിക്ക ഞങ്ങൾക്ക് മേൽ തീരുവ ഉയർത്തിയാൽ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അത് അമേരിക്ക പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. അത്രയും ശക്തമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് എസ് ജയശങ്കറിൻ്റെ നിലപാട് വളരെ വ്യത്യസ്തമാകുന്നത് എന്നുള്ളതാണ്. അതായത് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂല ദ സിൽവയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് നേതാക്കളുടെ ഒരു വെർച്വൽ യോഗം കൂടിയിരുന്നു. ഈ വെർച്വൽ യോഗത്തിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ബ്രിക്സിനെ ഒഴിവാക്കുക എന്ന ആഹ്വാനം ഇന്ത്യ തള്ളിക്കളഞ്ഞു. ബ്രിക്സിനെ ഒഴിവാക്കുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന രാജ്യമല്ല. ഞങ്ങൾ ആ നിലപാട് ഒരിക്കലും അംഗീകരിക്കില്ല. ഞങ്ങളത് തള്ളിക്കളഞ്ഞു. ഈ യോഗത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്രിക്സിലെ രാജ്യങ്ങളും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറയുന്നത്, ഡൊണാൾഡ് ട്രംപിൻ്റെ ബ്രിക്സ് ഒഴിവാക്കുക എന്ന വാദം ഞങ്ങൾ പാടെ തള്ളിക്കളഞ്ഞു. ഇനി പറഞ്ഞിട്ട് ട്രംപ് പറയുന്നതൊക്കെ കേൾക്കാൻ ട്രംപിൻ്റെ രാജ്യത്തെ ജനങ്ങളോടും ട്രംപിൻ്റെ ഉദ്യോഗസ്ഥരോടും പറയുക, ഇന്ത്യയോട് പറയാൻ ട്രംപ് വരണ്ട എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തേണ്ടിടത്ത് നരേന്ദ്രമോദിയെ പ്രതിനിധീകരിച്ചാണ് എസ് ജയശങ്കർ എത്തിയത്. അതായത് ജയശങ്കർ പറയുന്നത്, ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ പങ്ക് വളരെ നിർണായകമാണ്. പ്രസിഡന്റ് ലുല ദ സിൽവ, മഹാനുഭാവന്മാരെ നമസ്കാരം. ഈ ബ്രിക്സ് നേതാക്കളുടെ വെർച്വൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിനിധീകരിക്കുന്നത് എൻ്റെ ഭാഗ്യമാണ് എന്നാണ് ജയശങ്കർ പറഞ്ഞത്. മാത്രമല്ല, കോവിഡ് മഹാമാരി, ഉക്രൈൻ, മധ്യപൂർവ്വ സംഘർഷങ്ങൾ, വ്യാപാര നിക്ഷേപ മേഖലകളിലെ അനിശ്ചിതത്വം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ലോകത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഇത്തരം വെല്ലുവിളികളെ നേരിടുന്നതിൽ നിലവിലെ ബഹുമുഖ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആഗോളക്രമം തന്നെ അപകടത്തിലാണ് എന്നാണ് ജയശങ്കർ കൃത്യമായി പറയുന്നത്. മാത്രമല്ല, ഈ വിവിധ തടസ്സങ്ങൾ, അതായത് അമേരിക്കൻ ബുള്ളിങ്ങിനെതിരായ നിലപാട്, അതാണ് ഈ വിവിധ തടസ്സങ്ങൾ എന്ന് ജയശങ്കർ ഉദ്ദേശിച്ചത്. ലോകരാജ്യങ്ങൾ കൂടുതൽ പ്രതിരോധശേഷിയുള്ളതും വിശ്വാസയോഗ്യതയും വൈവിധ്യവൽക്കരിക്കപ്പെട്ടതുമായ വിതരണ ശൃംഖലകൾക്ക് മുൻഗണന നൽകണം. ഉൽപ്പാദനവും നിർമ്മാണവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. ഇത് പ്രാദേശിക സ്വയം പര്യാപ്തത ഉറപ്പാക്കാനും അനിശ്ചിതത്വങ്ങൾ കുറയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നത്. അതായത് അമേരിക്ക താരിഫ് ഉയർത്തിയെന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെടുകയോ പിന്മാറുകയോ ചെയ്യരുത്. നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുക, വിശ്വാസയോഗ്യതും വൈവിധ്യവുമാർന്ന ശൃംഖലകൾ നമ്മൾ കണ്ടെത്തുക, ഉൽപ്പാദനത്തിന് മുൻഗണന കൊടുക്കുക, മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഉൽപ്പാദനം കയറ്റി അയക്കാനുള്ള മാർഗങ്ങൾ തേടുക. ഇതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ ആഗോള സമ്പദ് വ്യവസ്ഥയും ലോകക്രമത്തെയും സ്ഥിരപ്പെടുത്താൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് വലിയ പങ്കുകൾ വഹിക്കാൻ കഴിയുമെന്നും രാജ്യങ്ങൾക്കിടയിൽ തുടരുന്ന സംഘർഷങ്ങൾ എത്രയും വേഗം പരിഹരിക്കണം എന്നും, കാരണം അവ വികസനത്തെയും വിതരണ ശൃംഖലയെയും ബാധിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, വ്യാപാര രീതികൾ നീതിയുക്തവും സുതാര്യവും എല്ലാവർക്കും പ്രയോജനപ്പെട്ടതുമായിരിക്കണം. ഇനി വികസ്വര രാജ്യങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന അന്താരാഷ്ട്ര വ്യാപാര സംവിധാനങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുക. കാരണം ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ്. അപ്പോൾ ഈ ഭക്ഷണം, ഊർജം, വളം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ ഭക്ഷ്യാർദ്ധഗോളങ്ങളിലെ രാജ്യങ്ങൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതിന് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്. യുദ്ധങ്ങൾക്ക് നയതന്ത്രപരമായ ദീർഘകാല പരിഹാരം കണ്ടെത്തണം.
മാത്രമല്ല ഐക്യരാഷ്ട്രസഭയും സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വേണം. കാലാവസ്ഥാ നീതിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരായ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ഇന്റർനാഷണൽ ഡോളർ അലയൻസ്, കോളിഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലന്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഗ്ലോബൽ ബയോഫ്യൂവൽസ് അലയൻസ് തുടങ്ങി ഇന്ത്യയുടെ കൈകളെ ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണയ്ക്കണം. മാത്രമല്ല ഇന്ത്യയുടെ നിലപാട് അവതരിപ്പിക്കാൻ അവസരം നൽകിയ ബ്രസീലിന് അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. നമ്മൾ വികസ്വര രാജ്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് പറയുമ്പോൾ കൃത്യമായി ഏതൊക്കെ രാജ്യങ്ങളാണ് വികസ്വരമായി വന്നുകൊണ്ടിരിക്കുന്നത്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്കൊക്കെ കൂടുതൽ മുൻപന്തി നൽകണം. ഓൾറെഡി വികസിച്ചിരിക്കുന്ന രാജ്യങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേക പ്രയോജനമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വികസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വിപണികൾ കണ്ടെത്തണം. കൂടുതൽ വിപണി നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, സ്വദേശീവൽക്കരണം അത്യാവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് കയറ്റിവിട്ട് കൂടുതൽ വൈവിധ്യമാർന്ന വിപണികൾ കണ്ടെത്തണം എന്നുള്ള ഒരു കൃത്യമായ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ കൃത്യമായ നിലപാടാണ് ജയശങ്കർ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ഓരോ നിലപാടുകളും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് അമേരിക്ക. അതായത് അമേരിക്ക പറയുന്നത് ബ്രിക്സ് കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ ആ ബ്രിക്സ് കൂട്ടായ്മ ഒരുപക്ഷെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്, ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ബ്രിക്സിനെ അംഗീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ബ്രിക്സിൽ നിന്ന് ഇന്ത്യ പുറത്തു വരണം, ബ്രിക്സിൽ ഇന്ത്യ അംഗം ആകരുത് എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ പറയുന്നത് ബ്രിക്സ് വേണം. ഇന്ത്യ മാത്രമല്ല, റഷ്യയും ചൈനയും ഒക്കെ. ഇപ്പോൾ ചൈനയെ ഈ കാലത്ത് നമുക്ക് വിശ്വസിക്കാം. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൈനയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമല്ല ഇന്ത്യ നടത്തുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ചൈനയെ നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടിലേക്കാണ് ഇന്ത്യ കടക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അഭേദമായ ബന്ധം, അതിപ്പോൾ ഇന്ത്യക്കൊരാവശ്യം വന്നാൽ റഷ്യയ്ക്കൊരാവശ്യം വന്നാൽ ഇന്ത്യയും, ഇസ്രായേലിനൊരാവശ്യം വന്നാൽ ഇന്ത്യ ഉണ്ട്, ഇന്ത്യക്കൊരാവശ്യം വന്നാൽ ഇസ്രായേലുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, ഇപ്പോൾ ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, ഇപ്പോൾ പിന്നെ എന്താ പറയുക, പ്രതിരോധ മേഖലകളിൽ തന്നെ ഒരു വലിയ കരാർ ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കാൻ വന്നു. അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തിയാലോ അല്ലെങ്കിൽ അമേരിക്ക ഒരു തീരുവ കൽപ്പിച്ചാലോ ഭയപ്പെട്ട് ഓടുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല. ശക്തനായ ഒരു നേതാവ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങളെ വിശ്വാസമുള്ളത് കൊണ്ട്, ഞങ്ങളുടെ ജനങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ട്, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ട്, അത് ഏത് വിപണിയിലും വിൽക്കപ്പെടാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ തീരുവ ഉയർത്തിക്കോ, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് നെഞ്ച് നിവർത്തി നിന്ന് ധൈര്യത്തോടെ പറയാൻ ഒരു പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞുവെങ്കിൽ ആ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ധൈര്യം, നമ്മുടെ ജനങ്ങളുടെ ധൈര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്.